ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഒരുപാട് വെറൈറ്റി വിഭവങ്ങളെല്ലാം കൂടി മിക്സഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാറ്റിൻ്റെയും വിഭവങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് തട്ടിക്കൊട്ടി വൃത്തിയാക്കി ക്ലീൻ ചെയ്യുന്ന ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ ഉള്ളിക്കൊട്ടിയിലുള്ള ഉള്ളികളൊക്കെ ചേറി നന്നാക്കി നമ്മളെ സ്റ്റാൻഡിലേക്ക് വെച്ചു. ഈ സ്റ്റാൻഡ് നല്ലവണ്ണം തുടച്ച് വൃത്തിയാക്കി അതിൻ്റെ ഉള്ളത്തെ സീറ്റൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ടൊക്കെയാണ് കേട്ടോ. അത് ഇനി റെഡിയാക്കി എടുക്കണം. മഴയൊക്കെ വരുമ്പോഴത്തേന് എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ വയറ് കാണൽ ചടങ്ങ് ആയിട്ടുണ്ടായിട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട്. അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് വന്നപ്പോൾ നമ്മൾ ഒരിക്കൽ പെട്ടെന്നുള്ള വിഭവങ്ങൾ ഒരുക്കണതാണ് കേട്ടോ. പൊറാട്ടയും പത്തിരിയും കൊണ്ടുവരും ചെയ്യും, കറിയും ഇതൊക്കെ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കി കോഴിയും ഒക്കെ പൊരിക്കലൊക്കെ ഉണ്ടാ. അപ്പോൾ എപ്പോഴും അധിക ദിവസങ്ങളിലും ഇങ്ങനത്തെ ഓരോ പരിപാടികൾ തന്നെയാണ്. അപ്പോൾ എനിക്കിന്നൊരു തണുത്ത പാലും വെള്ളം കുടിക്കാൻ പോയി. അപ്പോൾ കുറച്ച് പച്ചവെള്ളവും പാലും ഐസും ക്യൂബും ഒക്കെ കൂടി ഇട്ടുകൊണ്ട് വെള്ളമാക്കി കുടിക്കുകയാണ് കേട്ടോ. പിന്നെ വെച്ചാൽ കാക്കാക്ക് കഞ്ഞി കുടിക്കുകയാണെങ്കിലും കാക്കാക്കായാലും ഉമ്മാക്ക് ഐസക്ക് പിന്നെ റാണിക്കൊക്കെ ഇത് മാമ്പഴം എത്ര കിട്ടിയാലും മതിയാവില്ല. അപ്പോൾ ഓരോരുത്തർ കൊണ്ടുവന്നതാണ് കേട്ടോ. ഇത് കടക്കി എരുന്തും അത് റാണിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഞാൻ ഓരോ വീട്ടുകാർക്ക് ഒരുക്കി റെഡിയാക്കി വെച്ചൊക്കെയാണ്. നമ്മൾ വീട്ടിലിവിടെ അധികം ആരും അങ്ങനെ കഴിക്കണവരില്ലാത്തതുകൊണ്ട് വീട്ടിൽ അങ്ങനെ ഒന്നും അധികം എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. എടുത്ത് വെച്ചിട്ട് കാര്യമില്ലല്ലോ, അത് കഴിക്കാനും ആൾ വേണ്ടേ. അപ്പോൾ എല്ലാം ഇങ്ങനെ കുറേശ്ശെ ആയിട്ടുള്ളത് ഒക്കെ റെഡിയാക്കി ഓരോ വീട്ടിലേക്കായിട്ട് സെറ്റാക്കി വെച്ചു. അതിൻ്റെ ശേഷം ഞാൻ എല്ലാം ഒതുക്കി റെഡിയാക്കി എടുത്ത് വെച്ചു. രാത്രിക്ക് എടുത്തിട്ട് ഇത് പിറ്റേന്നത്തെ ഒരു വീഡിയോ ആണ്. അപ്പോൾ പിറ്റേന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് മാങ്ങ എടുത്തിട്ട്, ഈ മാങ്ങ ഇങ്ങനെ കാണുമ്പോൾ നല്ല പഴുത്തിട്ട് ഒക്കെ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നത്. പഴുത്തൊക്കെ ചെയ്തേക്കണു, പക്ഷേ പുളിപ്പാണുള്ളത്. അപ്പോൾ ഇതൊന്നും നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കിയാൽ. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ അത് ചെത്തിക്കാണ്ട് മാങ്ങ കൂട്ടാൻ ഉണ്ടാക്കിയാലോ. നല്ല ടേസ്റ്റാണ്. എനിക്ക് ചോറ്റക്ക് തിന്നാൻ വലിയൊരു ഇഷ്ടമില്ല, ഒറ്റക്ക് തിന്നാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ എരിവും പുളിയും മധുരവും എല്ലാം കൂടിയുള്ള ഒരു മിക്സ്ഡാണ്. അതിൽ ചിലവർ നമ്മൾ കായപ്പൊടി ഇടും, ഞാനും ചിലപ്പോൾ ഇടലുണ്ട്. ഇന്നിപ്പോൾ ഞാനത് ഇടാതെയാണ് വെക്കുന്നത്. അപ്പോൾ മാങ്ങയൊക്കെ കട്ടിക്ക് തോലോടുക്കാൻ ചെത്തുന്നത് എന്താ വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെ കയമ്പ് തിന്നണ ഇഷ്ടമില്ല, തോലോടുക്കാനുള്ള കയമ്പാണ് എനിക്ക് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങനെ ചെത്തി വെക്കുകയാണ്. എനിക്ക് അങ്ങനെ തോന്നുന്ന ഇഷ്ടം. പഴുത്ത മാങ്ങ ആയാലും ചക്ക ആയാലും ഒന്നും എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഇങ്ങനെ മാങ്ങ ചെത്തുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് തോലോടുക്കാനെ ചെത്തി വെച്ചാൽ എനിക്കിഷ്ടമാണ്. അത് ഞാൻ അങ്ങനെ തിന്നും ചെയ്യും കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് എപ്പോഴും വിരുന്നേര് വരുന്ന ഒരു സമയമാണ്. വിരുന്നേരുണ്ടാവലുണ്ട് എപ്പോഴും. അപ്പോൾ അധികം വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊന്നും പറ്റലില്ല. അപ്പോൾ വീഡിയോ പിന്നെ മാക്സിമം നിങ്ങൾ കാണുക, അതേമാതിരി കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോഴാണ് എൻ്റെ വീഡിയോ വേറെയുള്ളവർക്കൊക്കെ എത്തുള്ളൂ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഇടലില്ല എന്ന്. അപ്പോൾ നമ്മൾ വീഡിയോ അങ്ങനെ കമൻറ്റ് ഇതൊന്നും ഇല്ല ഞാൻ വേറെയുള്ളവർക്ക് യൂട്യൂബ് അയച്ചു കൊടുക്കില്ല. അപ്പോൾ അവർക്കൊന്നും കാണാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മറക്കരുത്. അപ്പോൾ എന്തായാലും ലൈക്ക് ചെയ്തുകൊണ്ടിട്ടാ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തായാലും കുഴപ്പമില്ല കേട്ടോ. അതൊക്കെ അവനാൻ്റെ ഇഷ്ടമല്ലേ, എന്താ ചെയ്യേണ്ടതെന്നൊക്കെ. അപ്പോൾ രാത്രി ആണ് കേട്ടോ ഞാൻ എൻ്റെ ഈ പരിപാടി. പിറ്റേന്നത്തെ ദിവസത്തെ വീഡിയോയും കൂടിയാണ്. ഒരു ദിവസം ഫുള്ളായിട്ട് ഇപ്പോൾ എപ്പോഴായാലും വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇങ്ങനെ വിരുന്നേരൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവർക്കും വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തതാവുമ്പോൾ തന്നെ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാവരുടെ ഇടയിലും എനിക്കിങ്ങനെ ഈ ക്യാമറയും പിടിച്ചുകൊണ്ട് നടക്കാനും എനിക്ക് കുറവാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ അവർക്കൊക്കെ ഇഷ്ടമാണെങ്കിലും നമുക്ക് അങ്ങനെ അതിനും താല്പര്യമില്ല. വെച്ചാൽ നമുക്കൊരു മാതിരിയാണ്. ഇപ്പോൾ ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരും ഒക്കെ ഉണ്ടാവില്ലേ. പിന്നെ ഐസക്കുട്ടിൻ്റെ വീഡിയോയിൽ ഓളിപ്പോൾ ഭയങ്കര ഇതാണ് അവളെ വീഡിയോ വരുന്നതും അതിന് എന്തെങ്കിലും കമൻറ്റ് വരികയാണെന്ന് വെച്ചാൽ ഓളോട് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതേമാതിരി ഐസക്കുട്ടിയും ഇപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് ഇങ്ങനെ വീഡിയോ എടുക്കണ മാതിരിയൊക്കെ ഓൾ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓൾക്കതിന് ഭയങ്കര താല്പര്യമുണ്ട്. അപ്പോൾ അതാ കേടൊന്നുമില്ല മാങ്ങയ്ക്ക്. ഓരോ മാങ്ങകളും ചെത്തി റെഡിയാക്കി എടുക്കുകയാണ്. ഈ അണ്ടി ഇതിലൂടെ ഇട്ട് കൊടുക്കട്ടെ, അല്ലെങ്കിൽ കാമ്പ് ഇങ്ങനെ ചെത്തി എടുക്കാതെ നമുക്ക് ഈ അണ്ടി ഈ കൂട്ടാനിലിട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ അണ്ടിമേൽ പീക്കുത്തുണ്ടാകും നോക്കണ്ട. അത് ഉണ്ടെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വേസ്റ്റും പിന്നെ അതിൻ്റെ മാങ്ങൻ്റെ അണ്ടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ഈ ടേസ്റ്റൊക്കെ ഇറങ്ങിയാൽ അത് പുറത്തേക്ക് വരും. അപ്പോൾ അതില്ലാന്നുണ്ടെച്ചെങ്കിൽ ഇങ്ങനെ ഈ കൂടെ തന്നെ ഇട്ടുകാണ്ട് റെഡിയാക്കിയിട്ട് നമ്മൾ ചോറ് തിന്നുന്ന നേരത്തെ അത് ഈമ്പി തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ നമ്മൾ നെയ്ച്ചോറ്റക്കും ബിരിയാണിക്കും ഒക്കെ കൂട്ടാൻ പറ്റിയൊരു കൂട്ടാനും കൂടിയാണ്. അച്ചാറാക്കി നമുക്ക് ഇട്ട് വെക്കാൻ പറ്റില്ല.
മാക്സിമം പുറത്തിരിക്കുകയാണെങ്കിൽ 2 ദിവസത്തിൽ കൂടുതൽ ഇരിക്കാൻ പറ്റുമോ അറിയില്ല. 2 ദിവസമൊക്കെ എൻ്റെ അടുത്ത് ഇരിക്കലുണ്ട് കേട്ടോ. അപ്പോൾ അതിലേറെ കൂടുതൽ എത്രത്തോളം ഇരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ മാങ്ങ ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ടാണ് അരിഞ്ഞത്. ചെറിയ ചെറിയ പീസാക്കി കാണുകയാണെങ്കിൽ അങ്ങനെ അരിയുക. ഞാൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് അരിഞ്ഞെടുക്കുകയാണ്. ഇപ്പം അങ്ങനെ വേണ്ടെന്നുണ്ടെങ്കിലും കുറച്ച് കാമ്പോട് കൂടിയിട്ട് തന്നെ നമ്മൾ അണ്ടി ഇടുക. അല്ലെങ്കിൽ നല്ലോണം വരിഞ്ഞിട്ട് കഷ്ണം മുറിക്കാതെ നല്ല കൊത്താക്കി വരിഞ്ഞതിൻ്റെ ശേഷം അത് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പം അപ്പോഴും നല്ല ടേസ്റ്റാണ്. പല വിധത്തിലും നമുക്കിത് ഉണ്ടാക്കിയെടുക്കുക. പുളിപ്പ് ഉള്ളതുകൊണ്ട് അല്ലെങ്കിൽ മാങ്ങാക്കറി വെക്കാനോ എല്ലാറ്റിനും പറ്റും കേട്ടോ. അപ്പം ഇങ്ങനെ ഒരു പുളിപ്പ് കുറച്ചുകൂടി ഉണ്ടാകുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തുകൊണ്ട് ഉണ്ടാക്കിയെടുക്കുക. കുറച്ച് മധുരമുള്ളതാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യാൻ പറ്റും. പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് അനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. എരിവ് ചിലവർക്ക് കൂടുതൽ എരിവ് ഇഷ്ടമുണ്ടാവും, ചിലവർക്ക് വലിയ എരിവ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ ഇപ്പോൾ മാങ്ങ സീസണാണല്ലോ, അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കണമെങ്കിൽ അങ്ങനെയും വെക്കുക. അപ്പോൾ ഒരു കമൻറ്റിലൂടെ എന്നോട് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, മാങ്ങ നിങ്ങൾ ഫ്രീസറിൽ പച്ചമാങ്ങ സൂക്ഷിച്ച് വെക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ ഇതേപോലെ തന്നെ തോല് ചെത്തി കഷ്ണങ്ങളാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഫ്രീസറിൽ വെച്ച് കട്ടാക്കി കഴിഞ്ഞാൽ എത്ര ഇരിക്കും. പക്ഷെ നമുക്കൊന്നും വീട്ടിൽ മാങ്ങ ഉള്ളവർക്ക് അത് നടക്കുള്ളൂ. വീട്ടിലില്ലാത്തവർ ഇപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ട് അത്രത്തോളം സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ പറ്റുമെന്ന് ഉണ്ടാവില്ലല്ലോ. പിന്നെ പഴുത്ത മാങ്ങയാണെങ്കിലും നമുക്ക് ഇങ്ങനെ ഫ്രീസറിൽ എടുത്ത് വെച്ചുകൊണ്ട് റെഡിയാക്കി എടുക്കാം. പിന്നെ അത് തണുപ്പാറിന് ശേഷം തിന്നാൻ പറ്റുള്ളൂ. പച്ചമാങ്ങ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ മുന്നേ ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കുറച്ച് ഭാഗം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കമൻറ്റിലൂടെ പറഞ്ഞ ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇനി മാങ്ങ കിട്ടുകയാണെങ്കിൽ പറ്റുകയാണെന്നുണ്ടെച്ചെങ്കിൽ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോയും കൂടി ഇതിൽ ഉൾപ്പെടുത്താൻ നോക്കാമെന്ന്. അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. പച്ചമാങ്ങ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വീട്ടിലെ സാഹചര്യം കൂടി നോക്കണം. അപ്പോൾ പിന്നെ റാണി ഗർഭിണി ആയിരിക്കുന്ന സമയത്ത് നമുക്ക് വലിയ ചുറ്റുപാടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതെല്ലാം നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ. ഇനിയിപ്പോൾ എല്ലാവരും സുഖപ്രസവമാകാനും എല്ലാറ്റിനും വേണ്ടി പ്രാർത്ഥിക്കുക. ജൂണിലായിരിക്കട്ടെ പ്രസവം വരിക. ചിലപ്പോൾ ഇനി ഇതിൻ്റെ ഇടയിലൊന്നും വല്ലാതെ വീഡിയോകൾ ഇടാൻ പറ്റിക്കൊള്ളുന്നില്ല. ഞാൻ പറഞ്ഞില്ല, സാഹചര്യം ആണ് നമുക്ക് എല്ലാറ്റിനും ഉള്ള ഒരു ഇത്. പിന്നെ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി. അപ്പോൾ പിന്നെ നല്ല കായം വേണം, എരിവ് കുറവും വേണം എന്നുള്ളവർ കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൽ കായം കൂടുതലും വരും, അതേപോലെ എരിവ് കുറവും നല്ല കളറും ഉണ്ടാവും. ഞാൻ സാധാ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കടു വറുത്തിട്ട് ഉലുവ ഇട്ട് പൊട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് പിന്നെ അതേപോലെ കരിവേപ്പിൻ്റെ ഇലയൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതൊക്കെ ഓപ്ഷനാണ്. ഓരോരുത്തരും ഓരോ ഇഷ്ടപ്രകാരം ഉണ്ടാക്കിയെടുക്കുക. എല്ലാറ്റിനും വെറൈറ്റി ടേസ്റ്റുകളാണ്. അപ്പോൾ ഈ മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം ഉപ്പും കുറച്ച് പഞ്ചസാരയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടുകൊണ്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഒന്നായിട്ട് മിക്സ് ആയതിന് ശേഷം, അതായത് എണ്ണയിൽ ഒന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കി വയ്ക്കനെ കൂട്ടുമ്പോൾ വലിയൊരു ടേസ്റ്റ് തോന്നില്ല. പിറ്റേന്നൊക്കെ നമ്മൾ കൂട്ടി കഴിയുമ്പോഴാണ് അതിൻ്റെ എരിവും പുളിയും എല്ലാം കൂടി നല്ലൊരു കറക്റ്റ് പരുവത്തിലാവുക. അപ്പോൾ ഇത് ഞാൻ വേറെ വീട്ടിലേക്ക് കൊടുത്തപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞങ്ങളെല്ലാവരും ഉണ്ടാക്കലുണ്ടാവും വിചാരിച്ചിരുന്നു. ഇനി കായപ്പൊടി ഇടുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ നമ്മൾ കടു വറുത്തതിന് ശേഷം അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. കായപ്പൊടി ഇട്ട് കൊടുത്തതിൻ്റെ ശേഷം മാങ്ങ ഇതൊക്കെ ഇട്ട് കൊടുക്കട്ടോ. ഈ കായപ്പൊടി വേണമെന്നുള്ളവർക്ക്. ഞാൻ വെളിച്ചെണ്ണയിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. വെളിച്ചെണ്ണയിലായിരിക്കും ഇതൊന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നിങ്ങൾ വേറുള്ളവർ ഏതെങ്കിലും വിധത്തിൽ ഉണ്ടാക്കലുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കൊണ്ടിട്ട് എങ്ങനെയെങ്കിലും ഉണ്ടാക്കലുണ്ട് എന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇത്രയും എൻ്റെ വീഡിയോ. അസ്സലാം.